പിടഞ്ഞോ ഉള്ളിലെ മോഹം പറയാനോ ഹായ് എവരിബഡി. ഇന്ന് എൻ്റെ പെങ്ങടെ മോൻ്റെ കല്യാണമായിരുന്നു. സോ എനിക്കിപ്പോൾ 62 വയസ്സായി. ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ 38 വയസ്സുള്ള എൻ്റെ പെങ്ങടെ മോനിപ്പോൾ ഒരു കല്യാണം കഴിച്ചോണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് നേരം നിങ്ങളോട് ഇന്ന് സംസാരിക്കാനായിട്ടുള്ള ടൈമില്ല. കാരണം എൻ്റെ ബിസിനസ് ഒരുപാട് അങ്ങ് ഡല്ലായിട്ട് കിടക്കണം ഈ കല്യാണത്തിനൊക്കെ വന്നുകൊണ്ടേ. സോ എൻ്റെ ബെൻസ് കാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പോവുകയാണ്. ബൈ. ഭ്രാന്ത. തൊട്ടുണർത്തും നീലാക്കുളി ഒന്നു ചേരും. എനിക്ക് 38 വയസ്സായി. ഇത്രയും നാള് ഞാൻ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നത്തിന് ഇന്നൊരു പരിഹാരം കിട്ടി. എന്താണെന്നറിയോ? കപ്സിറപ്പല്ലേ? അപ്സരപ്പം. നല്ല ചുമയുണ്ടല്ലോ. ചുമയോ? അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ സങ്കല്പത്തിനൊത്തൊരു പെണ്ണെ കിട്ടണേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ദൈവം ചേട്ടന്റെ പ്രാർത്ഥന കേട്ടു. പക്ഷെ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. അതെന്തോടെ അങ്ങനെ പറഞ്ഞു? അതല്ല, ചേട്ടൻ വന്നിരുന്നേ, വന്നിരിക്കുന്നേ. എനിക്ക് എന്തോ കുത്തിക്കൊള്ളുന്ന പോലെ. അതാ മെത്തേടെ ചകിരി കളയി കിടക്കുന്നുണ്ടായിരിക്കും. അതല്ല ഞാൻ പറഞ്ഞേ. പിന്നെ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തും പോലെ തോന്നിയാ. പിന്നെ ചേട്ടൻ അറിയാവോ, എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ചേട്ടനെ പോലെ സൽസ്വഭാവിയായ ഒരാളെ കൊണ്ട് എന്നെ കെട്ടിക്കണം എന്നുള്ളത്. ഞാൻ ഒരു കാര്യം പറഞ്ഞ വിശ്വസിക്കാൻ അറിയത്തില്ല. എന്താ? കറക്റ്റ് സ്ഥലത്താ വന്നേക്കണേ. ഒരു കാര്യം അല്ല, ഭർത്താവിനെ പറ്റി ശാലിനിയുടെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. എന്റെ ഭർത്താവ് ഹാൻസം ആയിരിക്കണം. കല്യാണം പ്രമാണിച്ച് നിർത്തിയതാ, വേണമെങ്കിൽ തുടങ്ങാം. എന്റെ ഭർത്താവിനെ കാണാൻ നല്ല ചന്തം ഉണ്ടായിരിക്കണമെന്ന്. ഞാൻ ഒരു കാര്യം പറഞ്ഞ വിശ്വസിക്കാന്ന് അറിയത്തില്ല. എന്താ? കറക്റ്റ് സ്ഥലത്താ വന്നേക്കണേ. ചേട്ടന്റെ ഒരു തമാശ. ചേട്ടാ, എനിക്കൊരു നിർബന്ധമുണ്ട്. എന്തോ? എന്റെ ഭർത്താവ് എന്നും എന്നെ ഊട്ടുകയും ഉറക്കുകയും ചെയ്യണമെന്ന്. അതിനല്ലേ ഞാൻ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്തോ? നമുക്ക് 2 കുട്ടികൾ മതി. 2 കുട്ടികൾ മതി. ചേട്ടൻ ഭയങ്കര നോട്ടിയാ. എനിക്ക് കിട്ടിയേ കൊള്ളായിരുന്നു. എന്ത്? റൂട്ടി. ചേട്ടാ, പിന്നെ എനിക്കൊരു കാര്യം നേരത്തെ തൊട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്. എനിക്ക് വേറെ ഒരു വീട് മാറി കിടന്നാലേ ഉറക്കം വരത്തില്ലെന്നേ. നടക്കത്തില്ല, ഇത് രണ്ടും കൂടെ നടക്കത്തില്ല. 2 കുട്ടികൾ മതി എന്ന് പറയുന്നു, ഉറക്കം വരത്തില്ല എന്ന് പറയും. ഇത് തമ്മിൽ ചേരത്തില്ല പൊന്നുമോളെ. നടപടിയാവണ കേസല്ലേ. ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാ. ഐശ്വര്യമായിട്ട് മോളെ കൈകൊണ്ട് ഒരു ഗ്ലാസ് പാലെടുത്തോണ്ട് വന്നാട്ടെ. എടുത്തോണ്ട് വരട്ടെ? എടുത്തോണ്ട് വാ പൊന്നെ. അയ്യോ, ഇന്ന് നോക്കിക്കോ. ആദ്യരാത്രിയായിട്ട് ഒത്തിരി നാളെ കാത്തിരുന്നൊരു സംഭവം. ഞാൻ അടിച്ചു പൊളിച്ചു. കൊച്ചു കള്ളി പറയാൻ മടിച്ച് കത്തെഴുതി വെച്ചേക്കുവാ. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യരാത്രിയിലേക്ക് കടക്കുന്ന ശുഭമുഹൂർത്തമാണ്. ഈ സമയത്ത് ഇത് പറയാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷെ പറഞ്ഞേ പറ്റൂ. നീ കെട്ടിയ പെണ്ണിനെക്കുറിച്ച് നിനക്കറിയാൻ പറ്റാത്തൊരു കാര്യമാണ് പറയുന്നത്. നിന്റെ ഭാര്യ ഒരു സൈക്കോയാണ്. സംശയമുണ്ടെങ്കിൽ പാല് കൊണ്ടുവരുമ്പോൾ അവൾ നിന്നോട് പറയും, പാലിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് തരട്ടെ ചേട്ടാ എന്ന്. ചേട്ടാ, പാല് കുടിക്കന്നേ? കുഴപ്പമില്ല, കുഴപ്പമില്ല. എന്ത് പറ്റി ചേട്ടാ? ഒന്നുമില്ല. വേണ്ട, ഞാൻ എണീക്കാം. ഞാൻ എണീറ്റോളാം. എന്തോ ഒരു ലൈക്ക് പോലെ, എന്തോ ഒരു വല്ലാത്ത പോലെ. പാല് കുടിയൊന്ന്. പാല്
പോടി. ഇവമേ കത്തില് പറഞ്ഞതുപോലെ ഇവളിന് സൈക്കോ. അതെ, ആ എങ്ങോട്ട് പോണോന്ന് അങ്ങോട്ട് പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. എനിക്ക് പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ പോണം. അതിനകത്ത് ബാത്റൂം ഉണ്ടല്ലോ. ഞാൻ വെളിയിൽ പോയി ചേമ്പലയുടെ പുറത്ത് തെറിപ്പിച്ച് മൂത്രമൊഴിക്കും. എനിക്ക് അതിഷ്ടം. പക്ഷെ അത് എന്ത് വൃത്തിയാണ് കേട്ടോ. അകത്ത് ബാത്റൂം ഉള്ളപ്പോ എന്തിനാ പുറത്ത് പോയി മൂത്രം ഒഴിക്കുന്നേ? ഞാൻ എന്നാ എനിക്ക് അമ്പലം വരെ പോണം. നിർമ്മാല്യത്തോടെ ഈ എനിക്ക്. പാതിരാത്രിക്കോ? ആ അങ്ങനെ ഉണ്ട്. എന്നാ കടയിൽ പോണം. ഞാൻ കടയിലൊക്കെ എന്തിനാ ഇപ്പൊ പോന്നേ? കടയിൽ പോയി സൂര്യ നമസ്കാരം ചെയ്യേ. സൂര്യനമസ്കാരം എന്തൊക്കെയാ ചേട്ടൻ പറയുന്നേ? എനിക്കൊന്ന് പോണം. ഞാൻ വരുന്നേ. എന്ത് പോക്കാ ഈ മനുഷ്യൻ പോയത്? എന്ത് പറ്റി പെട്ടെന്ന്? വരുവായിരിക്കും. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാന്നേ. പ്രിയപ്പെട്ട ശാലിനിക്ക് കത്തോ? കൊച്ചു കള്ളൻ. പറയാൻ മടിയായതുകൊണ്ട് കത്ത് എഴുതിട്ട് പോയതാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിലേക്ക് കടക്കുന്ന ശുഭമുഹൂർത്തമാണ്. ഈ സമയത്ത് പറയാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷെ പറഞ്ഞേ പറ്റൂ. നീ കെട്ടിയ പയ്യൻ സൈക്കോയാണ്. സംശയമുണ്ടെങ്കിൽ നീ പാലും കൊണ്ട് ചെല്ലുമ്പോൾ അവനോട് ചോദിക്കണം, പാലിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തരട്ടെ എന്ന്. ഈശ്വരാ, എനിക്ക് അപ്പോഴേ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇവിടെ അകത്ത് ബാത്റൂം ഉണ്ടായിട്ട് പുറത്ത് പോയി മൂത്രം ഒഴിക്കണം, ചേമ്പലെ തന്നെ മൂത്രം ഒഴിക്കണമെന്ന്. കടയിൽ പോയി സൂര്യാമസ്തയം എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയില്ലേ. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു എന്തോ കുഴപ്പമുണ്ട്. ത്രികോണ മധ്യേ ബിന്ദു കുടുങ്ങി ചതുർഭുജ വടിവിൽ തെറ്റി. എന്ത് പാടിയപ്പോ തെറ്റി. എന്ത്? എനിക്കിപ്പോ പാട്ട് പാടാൻ നല്ല മൂടുണ്ട്. എനിക്കിപ്പോ ഒരു മൂടുമില്ല കേൾക്കാൻ. എന്താ എനിക്ക് കേൾക്കാൻ മൂടുണ്ട്. അപ്പൊ ഇനി ഞാൻ പാട്ട് പാടേണ്ടി വരുമോ? അല്ലെങ്കിൽ ഇളകിയാലോ? പാടിയേക്കാം. இந்த வாலிபன் முகத்திலே നമുക്ക് പാല് കുടിക്കാം. നേരത്തെ പറഞ്ഞല്ലായിരുന്നോ പാല് കുടിക്കാന്ന്? ചേട്ടമ്മാ, പാലില് കുറച്ച് വെള്ളം ചേർത്ത് തട്ടെ. പാല് വേണ്ട, മാറ്റിക്ക. പാല് വേണ്ട. പാല് വേണ്ട. എന്നാലും ആപ്പിൾ എടുത്താലോ? ഓ മാറ്റ്. ചേട്ടൻ അത് കാത്തു വെക്ക്. ഈ അകത്ത് വെക്ക്. ഞാൻ വെച്ച് കിടക്കാം. എനിക്ക് പെട്ടെന്ന് ഉറങ്ങാൻ തോന്നുന്നു. എനിക്കും അതായിരിക്കും നമ്മുടെ നല്ല. കിടന്നോ? കിട പെണ്ണേ. ചേട്ടൻ കിടക്കാത്ത എന്ത്? പേടിപ്പിക്കുവാ? ഇല്ല, നീ കിടന്നോ. മൊത്തത്തെ ഭ്രാന്താണല്ലോ ഈശ്വര. ഇവിടെ മൊത്തം ശരീരത്തെ കയ്യോ. ഇതെന്തോ ഇത്? ദൈവമേ, പീതാംബര മാമൈ. ഇതാര്? മാമ എങ്ങനെയാ മാമ ഈ കട്ടിലടി വന്നത്? മോനെ, ഈ കല്യാണമായിട്ട് 2-3 ദിവസം മാമന് ഉറങ്ങാനൊന്നും പറ്റിയില്ലല്ലോ. ഭയങ്കര ക്ഷീണമായിരുന്നു, എല്ലാത്തിനും വേണ്ടി ഓടി നടന്ന്. അതുകൊണ്ട് ഒച്ചയും ബഹളവും ഇല്ലാത്ത എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ കട്ടിലിന്റെ അടിയിലോട്ട് വന്ന് കയറിയത്. ബെസ്റ്റ്. ആദ്യ രാത്രി കിടക്കുന്ന കട്ടിലിന്റെ അടിയിൽ ഒച്ചയും ബഹളവും ഇല്ലാതെ കിടന്ന് ഉറങ്ങാൻ. എടാ, അതൊക്കെ ഓക്കെ. ഇപ്പൊ നിനക്ക് എന്താണ് ഒരു വിഷമം? നീ എന്തോ ഒരു ഭയങ്കര വിഷമത്തിലേക്ക് നിൽക്കുന്ന. എന്താണ് നിനക്ക്? വന്നേ, ഈ കത്തൊന്ന് വായിച്ചേ. ഓ മൈ ഗോഡ്! നിന്നോട് ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ ഈ കട്ടിലിന്റെ അടിയിലോട്ട് തന്നെ വന്നതല്ല. പിന്നെ നിന്റെ ഭാര്യ എനിക്ക് എന്തോ കലക്കി തന്ന് എന്നെ അതിന്റെ അടിയിൽ കൊണ്ട കിടത്തിയതാണ്. പറഞ്ഞില്ലേ അമ്മാവ? ഞാൻ പറഞ്ഞില്ലേ? ഇതാണ് കാര്യം. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഓ മൈ ഗോഡ്! യഥാർത്ഥത്തിൽ ഞാൻ കട്ടിലിന്റെ അടിയിൽ തന്നെ വന്നതല്ല. നിന്റെ ഭർത്താവ് എനിക്ക് എന്തോ കലക്കി തന്നു, എന്നെ അവൻ ഇതിനകത്ത് കൊണ്ട് കിടത്തിയതാണ്. എനിക്ക് അപ്പോഴേ തോന്നി അങ്ങേർക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. എടാ മോനെ, എന്തായാലും ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അത് മാമ ശരിയാക്കി തരാം. ആദ്യ രാത്രിയായിട്ട് പാല് കുടിച്ചോ? പാല് ഞാൻ കുടിച്ചില്ല, അവള് കുടിച്ചു. അതെന്തോ പരിപാടിയാണ് മോളെ? ഭർത്താവ് നിൽക്കാൻ നേരത്ത് ഭർത്താവിനല്ലേ ആദ്യം പാല് കൊടുക്കേണ്ടത്? നിന്റെ വീട്ടിൽ ഇതാണോ പഠിപ്പിച്ചു വിട്ടത്? എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാ. എന്ത് മിസ്റ്റേക്ക് ആയാലും അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. ഈ വീട്ടിൽ ഇപ്പൊ വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി പാലെടുത്തിട്ട് വരാം. ഓക്കെ? പിന്നെ ബോറടിക്കാതിരിക്കാൻ
ഒരു കത്തും കൂടെ ഉണ്ട്, വേണേ വായിച്ചോണ്ടിരുന്നു. മൊത്തം കത്താണല്ലോ. നിനക്ക് കത്ത് എവിടെ നിന്ന് കിട്ടി? ചേട്ടന് കത്ത് കിട്ടിയോ? എനിക്ക് കത്ത് കിട്ടി. താൻ നോക്കിയേ. ആരായി കത്തുകളെ കൊണ്ടുവരുന്നത്? കണ്ടോ? അയ്യോ, പ്രിയപ്പെട്ട പീതാംബര, ഇത് നിനക്ക് നീ തന്നെ എഴുതുന്ന കത്ത്. 62 വയസ്സായ നീ മുതുക്കു മുറ്റടിച്ച് കല്യാണം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിന്റെ പെങ്ങടെ മോൻ ഒരു പെണ്ണിനെയും കൊണ്ട് വന്നാൽ നീ അത് സഹിക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവർക്കുള്ള പണി അവർക്ക് കൊടുത്തിട്ടുണ്ട്. നീ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. ബിക്കോസ് യു ആർ എ സൈക്കോ. പെട്ടു. നമ്മൾ രണ്ടുപേരും പെട്ടി ചേട്ടാ. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ഞാൻ ചേട്ടന് ഒരുപാട് അങ്ങ് തെറ്റിദ്ധരിച്ചു പോയി. അമ്മാവൻ വരുന്നു. നിനക്കെന്താ പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ എനിക്കല്ല പേടിയുണ്ട്. പാൽ. ഇതെന്തോ അമ്മാവാ? അമ്മാവൻ എന്താ ഈ വേഷത്തില്? ഇതൊന്ന് പിടിക്കൂ. ഒരു സെക്കൻഡ്. ഒന്നിങ്ങോട്ട് നീങ്ങി നിൽക്കൂ. ഇങ്ങോട്ട് നീങ്ങി. മുടിയൊക്കെ നന്നായിട്ട് ഒതുക്കി പോയി. ബട്ടൺസ് ഒക്കെ കറക്റ്റ്. ഒന്നിന്റെ കരയൊക്കെ കറക്റ്റായിട്ട് പിടിച്ചു. ആ കര കറക്റ്റാ. ഇതൊന്ന് നോക്കിയേ. ഇന്ത്യൻ കോഫി ഹൗസിലെ സപ്ലയറെ കണ്ടിട്ട് അവൻ വിളിക്കുകയാണ് അമ്മാവന്. ഐ ആം എ സപ്ലയർ ഓഫ് ഇന്ത്യൻ കോഫി ഹൗസ്. എന്താണോ? പാല് കുടിക്കേ. എനിക്ക് പാല് വേണ്ട. പാല് കുടിക്കാൻ. എനിക്ക് പാല് വേണ്ട. ആവശ്യമില്ലാതെ എക്സ്പ്രഷൻ ഇട്ടോണ്ട് നിൽക്കുന്നത്. ഇതിനകത്ത് പാലൊന്നും ഇല്ല. പാല് കിട്ടാത്തതുകൊണ്ട് ഗ്ലാസിനകത്ത് വൈറ്റ് പെയിന്റ് അടിച്ചു വെച്ചതാണ്. നിങ്ങൾ എന്തിനമ്മാവ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സമയത്ത് പ്രോപ്പർട്ടി കിട്ടണ്ടേ? എന്റെ പൊന്നു മാമ, ഇത് എന്തോ ഈ കാണിക്കുന്നത്? പാല് വേണ്ടെങ്കി വേണ്ട. ഒരു മസാല ദോശ എടുക്കട്ടെ. മസാല ദോശ. എനിക്കൊന്നും വേണ്ട. വട ഫ്രീ ഉണ്ട്. എനിക്കൊന്നും വേണ്ട. വേണ്ട വേണ്ട. ഒരു മസാല ദോശ ആവാം. മസാല ദോശ ആവാം. ഒന്നിങ്ങോട്ട് നീങ്ങി നിൽക്കൂ. മുടിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒതുക്കി വെക്കും. ഇതൊക്കെ കറക്റ്റ് അല്ലേ? ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. നിനക്ക് മസാല ദോശ കൊണ്ട് തരാനായിട്ട് ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിലെ സപ്ലയർ അല്ല. ഈ കാണിക്കുന്നത് വിളിക്കല്ലേ. നേരെ നിൽക്കൂ. എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ. തലയൊന്ന് ചരിക്ക്. പോലെ കല്യാണ പന്തലിൽ വെച്ചിട്ട് എനിക്ക് അനുഗ്രഹം തരാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. മോൻ ഇങ്ങോട്ടൊന്ന് നീങ്ങി നിൽക്കാവോ? മാമൻ പറയുന്നത് കേൾക്കണം. പറഞ്ഞോ മാമ, പെട്ടെന്ന് പറ മാമ. ഹാപ്പി ജേണി. എങ്ങോട്ട്? നമുക്ക് വേണ്ടി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പുള്ളി. ഹണിമൂണാ? യെസ്. ഹണിമൂൺ ടിക്കറ്റ് വെച്ചേക്കേ. ടിക്കറ്റ് ഒക്കെ റെഡിയാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് പ്രാങ്ക. ചുമ്മാ വെറുതെ ഇങ്ങനെയൊക്കെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി അമ്മാവ ഉണ്ടാക്കി വെച്ച ഒരു സംഭവം. അതെ അതെ. ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ? അല്ല, അങ്ങോട്ട് നീങ്ങാൻ പറ്റത്തില്ല. അല്ല, ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ? അല്ല, ഇവിടുന്ന് കാല് മാറ്റി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. എന്ത് പറ്റി? അവിടെ ഞാൻ മൈൻ കുഴിച്ചിട്ടിട്ടുണ്ട്. മൈൻ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് വെച്ചാ മൈൻ ബോംബ്. നീ അവിടുന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അമ്മാവ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഒന്നുമില്ലല്ലോ. നിങ്ങളുടെ മകനെ പോലുള്ള ഒരു വ്യക്തിയല്ലേ അത്? അതെ. ഭയങ്കര മോശമായി പോയി. പിടിക്കോ. സോറി, എന്റെ ഭാഗത്ത് തെറ്റാണ്. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ ആദ്യ രാത്രി തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. പക്ഷെ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയെന്ന് എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ടൊരു കാര്യം ചെയ്യും. പതുക്കെ കാലെടുത്ത് മാറ്റി. ഞാൻ വെച്ചോളാം. പതുക്കെ മാറ്റി. ഓക്കേ? നീ രക്ഷപ്പെട്ടില്ലേ? ഇപ്പൊ നിനക്ക് കുഴപ്പമില്ലല്ലോ. യുവർ ആദ്യ രാത്രി കണ്ടിന്യൂ. അതങ്ങനെ അമ്മാവനെ ചവിട്ടിരിക്കുമ്പോ നമ്മളെങ്ങനെ ആദ്യ രാത്രി ഇവിടെ? ഞാനിവിടെ ചവിട്ടി നിൽക്കുവാണല്ലോ. അപ്പൊ എനിക്ക് റൂമിൽ നിന്ന് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ ആദ്യ രാത്രി കണ്ടിന്യൂ.